നീല പപ്പായ കണ്ടോ. ഇതിൻ്റെ തണ്ടുകൾക്ക്, ഇലയുടെ തണ്ടുകൾക്ക് നീല നിറമാണ്. ഈ പപ്പായയുടെ ഉള്ള് പഴുക്കും കളറ് ചുവന്ന കളറാണ് പഴുക്കുമ്പോഴത്തേക്ക്. ഇത് നല്ല നിറച്ചിതുപോലെ കായ്കൾ പിടിക്കും. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ ഒരു മൂട് നമ്മുടെ വീട്ടിലൊക്കെ നട്ടിരുന്നാൽ മതി, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കും. ഇത് പഴുക്കുമ്പം ഇതിൻ്റെ പഴമാണെങ്കിൽ നല്ല ഔഷധ ഗുണമാണ്. നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ആരോഗ്യത്തിനും പിന്നെ എല്ലാത്തിനും, അതായത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെല്ലാത്തിനും നമുക്ക് ഏറ്റവും ഗുണപ്രദമാണ്. മാത്രമല്ല നമ്മളിത് പച്ചയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. തോരൻ വയ്ക്കാം, പച്ചടി വയ്ക്കാം, പിന്നെ എരിശ്ശേരി വയ്ക്കാം, പപ്പായ കറി വയ്ക്കാം. ഏത് രീതിയിൽ നമുക്ക് കഴിച്ചാലും ഇത് നല്ലതാണ്. മറ്റ് എല്ലാ പച്ചക്കറിയേക്കാളും ഏറെ ഗുണമാണ് ഈ പപ്പായ. അതുകൊണ്ട് നമ്മളുടെ വീടുകളിലോ തൊടികളിലോ ഏതുപോലെ 2-3 ഉണ്ടായിരുന്നാൽ, അല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടായാലും നമ്മുടെ എല്ലാ നിത്യ ആവശ്യങ്ങളും നടക്കും. പച്ചക്കറിയൊക്കെ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങുന്നതെല്ലാം കൂടുതലും വിഷകരമാണ്. പക്ഷേ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിന് ഇപ്പോൾ വെള്ളരിക്കയൊക്കെ നമ്മൾ വാങ്ങാറില്ലേ, വെള്ളരിക്കയേക്കാളും ഏറെ ഗുണം ഇതാണ്. അതിനേക്കാളും കറി വെച്ചാൽ അതിനേക്കാളും രുചി ഇതിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മളും കൃഷി ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ഫലം എടുത്ത് നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ വീടുകളിൽ ഇത് തന്നെ ഉപയോഗിക്കുക. വീട്ടമ്മമാരായിരിക്കുന്ന എല്ലാവർക്കും ഇത് ഇതിങ്ങനെ ചെയ്യുക. വീട്ടമ്മമാരായിരിക്കും, ഞാനും വീട്ടമ്മയാണ്. ഇതുപോലെ നട്ട് നമ്മളും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുതേ.